ഗുഡ് മോർണിംഗ്. ഒരു സമ്പന്നനായ ബിസിനസ്സുകാരൻ തൻ്റെ വലിയ ബിസിനസ് സാമ്രാജ്യം അതിൻ്റെ തലവനായിട്ട് ഏത് മകനെയാണ് താൻ വെക്കണം എന്ന് അദ്ദേഹം ആലോചിച്ചിരിക്കുന്ന കാലം. 3 മക്കളുണ്ട്. അതിനാരെയാണ് തൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപനായിട്ട് വെക്കണം എന്ന് അദ്ദേഹം ചിന്തിക്കുന്ന കാലം. പല പരീക്ഷണങ്ങളും പല ചോദ്യങ്ങളും പല ബിസിനസ് ടാസ്കുകളും അവർക്ക് നൽകി. അതിനുശേഷം ഒരു ദിവസം അതിലൊരാളെ വിളിച്ചിട്ട്, മൂത്ത മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മകനെ, നീ അച്ഛനെ എത്രമാത്രമാണ് സ്നേഹിക്കുന്നത്? ഒട്ടും അമാന്തിക്കാതെ അവൻ ഉത്തരം പറഞ്ഞു, അച്ഛാ, ഞാൻ അങ്ങയെ സ്വർണത്തെ പോലെ സ്നേഹിക്കുന്നു, സ്വർണത്തെ പോലെ കരുതുന്നു. അച്ഛന് ഭയങ്കര സന്തോഷമായി, ഒന്ന് പുഞ്ചിരിച്ചു. ഒന്നാമനും സന്തോഷിച്ചു, തൻ്റെ അച്ഛൻ സന്തോഷിച്ചു. അതുകൊണ്ട് ബിസിനസ് സാമ്രാജ്യത്തിന് അധിപൻ ഒരുപക്ഷെ ഞാനായിരിക്കും എന്നവൻ വിചാരിച്ചു. രണ്ടാമനോട് മറ്റൊരു ദിവസം അദ്ദേഹം ചോദിച്ചു, മകനെ, നീ എങ്ങനെയാണ് എന്നെ സ്നേഹിക്കുന്നത്? അവനും ഒട്ടും അമാന്തിക്കാതെ ഉത്തരം പറഞ്ഞു, അച്ഛാ, ഞാൻ അങ്ങയെ തേനിനെ പോലെ സ്നേഹിക്കുന്നു. വണ്ടർഫുൾ. അച്ഛൻ ചിരിച്ചു, മകനും സന്തോഷമായി. അവൻ വിചാരിച്ചു, തേനിനെ പോലെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ അവനായിരിക്കാം അടുത്ത ബിസിനസ് അധിപൻ എന്ന്. ചില ദിവസങ്ങൾക്ക് ശേഷം മൂന്നാമനോടും അദ്ദേഹം ഇതേ ചോദ്യം ആവർത്തിച്ചു. മൂന്നാമൻ ഉത്തരം പറഞ്ഞു, അച്ഛാ, ഞാൻ അങ്ങയെ ഉപ്പിനെ പോലെ സ്നേഹിക്കുന്നു. ഈ വാക്ക് കേട്ടതും അപ്പൻ മൂന്നാമത്തെ മകനെ കെട്ടിപ്പിടിച്ചു, അവനെ ആശ്ലേഷിച്ചു, അവനെ കൂട്ടിക്കൊണ്ടുപോയി ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപനായിട്ട് മാറ്റിയെന്ന്. ഈ വാർത്ത അറിഞ്ഞ് മറ്റ് 2 മക്കളും അത്ഭുതപ്പെട്ടു പോയി. എന്ത്, സ്വർണം വിലയുള്ളതല്ലേ, തേൻ രുചിയുള്ളതല്ലേ, എന്തിനാണ് ഉപ്പിനെ പറ്റി പറഞ്ഞപ്പോൾ അച്ഛൻ്റെ മനസ്സ് മാറിയത്? അവർ ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. 2 പേരും കൂട്ടമായിട്ട് വന്ന് അച്ഛനോട് ചോദിച്ചു, അച്ഛാ, ഞങ്ങൾ നിങ്ങളെ സ്വർണത്തെ പോലെ സൂക്ഷിക്കുമെന്നും സംരക്ഷിക്കുമെന്നും സ്നേഹിക്കുമെന്നല്ലേ പറഞ്ഞത്? ഇദ്ദേഹം തേനിനെ പോലെയാണെന്നല്ലേ പറഞ്ഞത്? പിന്നെ എന്തിനാണ് ഉപ്പിനങ്ങ് ഇത്ര പ്രാധാന്യം കൊടുത്തത്? ഈ ബിസിനസ്സുകാരൻ ഉത്തരം പറഞ്ഞു, മക്കളെ, സ്വർണം വിലയുള്ളതാണ്, പക്ഷേ അമൂല്യമല്ല. അതിനൊരു മൂല്യമുണ്ട്, അതില്ലെങ്കിലും നമുക്ക് ജീവിക്കാം. തേൻ നല്ലതാണ്, അതിനും ഒരു മൂല്യമുണ്ട്, അമൂല്യമല്ല, അതില്ലെങ്കിലും നമുക്ക് ജീവിക്കാം. എന്നാൽ ഉപ്പ് വിലയില്ലാത്തതെന്ന് തോന്നും, പക്ഷേ അമൂല്യമാണ്. ഉപ്പില്ലെങ്കിൽ നമുക്ക് ജീവിക്കാനേ കഴിയുകയില്ല. ഉപ്പ് ഔഷധ ഗുണമുള്ളതാണ്, രുചി പകരുന്നതാണ്, ലയന സ്വഭാവമുള്ളതാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമുള്ളത് ഉപ്പാണ്. ഉപ്പില്ലാത്ത ജീവിതം വളരെ പ്രശ്നങ്ങൾ നിറഞ്ഞതായിരിക്കും. അതുകൊണ്ടാണ് ഈ മകനെ അവൻ ബുദ്ധിപൂർവ്വം ഒരു ഉത്തരം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവനെ എൻ്റെ ബിസിനസ്സിൻ്റെ അധിപനാക്കിയത്. ശരിയല്ലേ പ്രിയമുള്ളവരെ? നമ്മുടെയും ജീവിതത്തിൽ സ്വർണം പോലെ ഞാൻ നിന്നെ നോക്കുമെന്ന് പറഞ്ഞ പലരും പണയം വെച്ച് കളഞ്ഞു. തേനിനെ പോലെ നോക്കുമെന്ന് പറഞ്ഞ പലരും കുടിച്ചു കളഞ്ഞു. എന്നാൽ ഉപ്പിനെ പോലെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ മനുഷ്യർ രുചി പകരുന്ന സാന്നിധ്യമായി നമ്മുടെ ജീവിതത്തിൽ കൂടെ ഉണ്ടായിരിക്കും. ഈ 2025 എന്ന പുതിയ വർഷത്തിൽ സ്വർണങ്ങളുടെ പുറകിൽ സഞ്ചരിക്കാതെ, തേനുകളോടൊപ്പം സഞ്ചരിക്കാതെ, നമുക്ക് ചുറ്റുമുള്ള ഉപ്പുകളെ നമുക്ക് തിരിച്ചറിയാം. നാം രുചി പകരുന്ന സാന്നിധ്യമായി അവരുടെ ജീവിതത്തിലേക്കും ഉപ്പായി മാറാം, അവർ നമ്മളിലേക്കും. അങ്ങനെ ഔഷധ ഗുണമുള്ള രുചി പകരുന്ന ഉപ്പുകളോടൊപ്പം, അപ്രകാരം മികച്ച ഉപ്പുകളോടൊപ്പം ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ പുതിയ വർഷത്തിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. രുചി പകരുന്ന ഉപ്പാകാം. ഗുഡ് ബൈ.